രാഹുൽ ഗാന്ധി കഴിയുമെങ്കിൽ ഈ പണി നിർത്തി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത്. അതായത് ബീഹാറിൽ തകർന്നു വീണ മഹാസഖ്യം നിതീഷ് കുമാറിന്റെ കരുത്താണ് ബീഹാറിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. ഒപ്പം മോദിയുടെയും BJPയുടെയും ഒക്കെ ശക്തമായ നീക്കങ്ങൾ. ബീഹാറിൽ താമര വിരിയുക മാത്രമല്ല, 2/3 ഭൂരിപക്ഷം ഉറപ്പിച്ച് നീങ്ങുകയാണ് NDA. ജനങ്ങൾ വോട്ട് ചെയ്തത് സമാധാനത്തിനും വികസനത്തിനും വേണ്ടി. അടുത്തത് ബംഗാൾ എന്ന ഗിരിരാജ് സിംഗ് നിതീഷ് കുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും മറികടന്ന 2/3 ഭൂരിപക്ഷത്തോടെ NDA ബീഹാറിൽ കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 20 കൊല്ലത്തെ നിതീഷ് രാജ് ഭരണത്തിന് തടയിടാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കഴിഞ്ഞില്ല എന്ന ഉറപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം. നിതീഷ് കുമാറിനെ തറ പറ്റിക്കുമെന്ന് ശപഥം ചെയ്ത് കളത്തിലിറങ്ങിയ മഹാബന്ധൻ അംബയെ അടിപതറി. ഭരണത്തിലെ പോരായ്മകളും SIR, വോട്ട് മോഷണം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തി മഹാസഖ്യം പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കളം നിറഞ്ഞിരുന്നു. എന്നാൽ NDAയ്ക്കും നിതീഷ് കുമാറിനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കഴിഞ്ഞില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നതായിരുന്നു NDAയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. മോദിയും നിതീഷ് കുമാറും ഒരുമിച്ച് കളം നിറഞ്ഞു. BJP JDU ക്യാമ്പുകൾ ഒന്നിച്ച് കളം നിറഞ്ഞു, പ്രചരണം നടത്തി. 2020 തിരഞ്ഞെടുപ്പിൽ BJPക്കും JDUവിനും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ ഇക്കുറി അതൊന്നും പ്രകടമായിരുന്നില്ല. കാലാകാലങ്ങളായി ബീഹാറിൽ നിതീഷ് കുമാറിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ്. ഇക്കുറി നിതീഷ് കുമാറിനൊപ്പം അവർ ചേർന്ന് നിന്നു. ഒപ്പം സ്ത്രീപക്ഷ വോട്ടുകളും സമാഹരിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു. 20 കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉയർന്നു വരുമെന്നായിരുന്നു മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. NDA ഇക്കുറി തറ പറ്റിക്കാൻ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു മഹാസഖ്യത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന്. എന്നാൽ മറുവശത്ത് NDA ശക്തമായ ചില പ്രചാരണങ്ങൾ നടത്തി. പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ ജംഗിൾ രാജ് മടങ്ങി വരുമെന്ന് NDA ആവർത്തിച്ചു. RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ലാലു പ്രസാദിന് മോഹമുണ്ടെന്നും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കി ലാലു പ്രസാദിന്റെ ജംഗിൾ രാജ് നടപ്പിലാക്കുമെന്നും NDA പ്രചരണം അഴിച്ചുവിട്ടു. തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയാക്കാനും മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനും ലാലു പ്രസാദും സോണിയാഗാന്ധിയും ആഗ്രഹിക്കുന്നു. അതിന് തൽക്കാലം കസേരകൾ ഒഴിവില്ല എന്ന അമിത്ഷായുടെ പ്രഖ്യാപനം. BJP JDU LJP ജിതിൻ രാംജിയുടെ ഹിന്ദുസ്ഥാനി അവാബ് മോർച്ച, ഉപേന്ദ്ര കുശ്വഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവരാണ് NDA സഖ്യവുമായി ഇക്കുറി മത്സരിച്ചത്. 101 സീറ്റുകൾ വീതമാണ് BJPയും JDUവും മത്സരിച്ചത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി. നിതീഷ് കുമാറിന്റെ സ്വീകാര്യതയെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യുന്നതിൽ NDA വിജയിച്ചു. ഇക്കാര്യത്തിൽ BJP നിതീഷിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ബീഹാറിൽ NDA സഖ്യം അടിപതറിയാൽ അത് കേന്ദ്രത്തെയും ബാധിക്കുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ NDA സർക്കാരിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു ബീഹാറിലെ തിരഞ്ഞെടുപ്പ്. 2 മുന്നണികളിലായി ചാടിക്കളിച്ച് കഴിഞ്ഞ 20 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ച ഇതൊരു അഭിമാന പോരാട്ടവും. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദം നിഷേധിച്ചാൽ അത് ഒരുപക്ഷെ മോദിയുടെ പ്രധാനമന്ത്രി കസേരയെ പോലും തുലാസിലാക്കും. അതുകൊണ്ട് തന്നെ BJP നിതീഷിനൊപ്പം ചേർന്ന് നിന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയായ SIR സർക്കാരിനെ അടിക്കാൻ പ്രതിപക്ഷം ഉപയോഗിച്ച മുഖ്യ ആയുധമായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് വോട്ട് ചോരി വിവാദവുമായി കളത്തിലിറങ്ങിയത്. എന്നാൽ ഈ വിവാദങ്ങൾ ഒന്നും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. RJD, കോൺഗ്രസ്, CPM, CPI-ML, മുകേഷ് സാഹ്നിയുടെ വികാസിൽ ഇൻസാൻ പാർട്ടി, ഇന്ദ്രജിത് പ്രസാദ് ഗുപ്തയുടെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പാർട്ടി തുടങ്ങിയവർ ഉൾക്കൊള്ളുന്നതായിരുന്നു മഹാഗഠബന്ധൻ RJD. അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടി. തേജസ്വി യാദവിന്റെ ചെറുപ്പം വോട്ടാക്കി മാറ്റാം എന്നായിരുന്നു മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. തേജസ്വിയുടെ സ്വീകാര്യത കൂടുതൽ വോട്ടാകുമെന്ന് മഹാസഖ്യം ഉറപ്പിച്ചു. ജൻ സ്വരാജ് പാർട്ടിയും OWൈസിയുടെ പാർട്ടിയും RJDയും ഒക്കെ
കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീഴ്ത്തി എന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത്. എങ്കിലും പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇക്കുറി കഴിഞ്ഞില്ല. ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDA നിർണായക വിജയത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ട്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 95 തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായി എന്ന് പരിഹസിച്ചുകൊണ്ട് BJP രംഗത്തുണ്ട്. ഇത് കാണിക്കുന്ന ഒരു മാപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. BJP IT സെൽ തലവൻ അമിത് മാളവിയയാണ് പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2004 മുതൽ 2025 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധികാരം നഷ്ടപ്പെടുത്തുകയോ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്ത 95 തിരഞ്ഞെടുപ്പുകളാണ് അവർ എടുത്തുകാട്ടിയത്. രാഹുൽ ഗാന്ധി ഇതാ മറ്റൊരു പരാജയം. തിരഞ്ഞെടുപ്പ് സ്ഥിരതയ്ക്ക് അവാർഡുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതെല്ലാം തൂത്തുവാരുമായിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര പ്രചാരകരിൽ ഒരാൾ ആയതിനു ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ട സംസ്ഥാനങ്ങളിലെ 95 സംസ്ഥാനങ്ങളുടെ പട്ടികയും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒന്നിലധികം തവണ പരാജയപ്പെട്ടു. മഹാസഖ്യത്തിനുള്ളിൽ തന്നെ ഏകദേശം 15ഓളം സീറ്റിൽ ഇന്ത്യൻ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ സൗഹൃദ മത്സരത്തിൽ വരെ ഏർപ്പെട്ടു. മുകേഷ് സാനിയ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച നിഷ സമുദായത്തിന്റെയും തൊഴിലാളി സമൂഹത്തിന്റെയും വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല. തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വിസമ്മതിച്ചു. അശോക് ഗെഹ്ലോട്ട് ഇടപെട്ട മഞ്ഞുരുക്കിയാണ് പിന്നീട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് പോലും. ബീഹാറിൽ ഇക്കുറി റെക്കോർഡ് പോളിംഗ് ആയിരുന്നു. 66.91%. 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളിനെ പോലും മലർത്തി അടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് NDA നേടിയിരിക്കുന്നത്. NDAയുടെ തേരോട്ടത്തിൽ തകർന്നടിഞ്ഞ ഇന്ത്യൻ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യൻ മുന്നണി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നിതീഷ് കുമാർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തു. ഇത്രയും കാലം രാപ്പകലില്ലാതെ താൻ കുടുംബത്തെ മറന്ന് ബീഹാറിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് നിതീഷ് ആ വീഡിയോയിൽ പറഞ്ഞത്. 2005 മുതൽ ബീഹാറികളെ സേവിക്കാൻ അവസരം ലഭിച്ചു. ഒരു ബീഹാറിയായിരിക്കുക എന്നത് അപമാനകരമെന്ന് കരുതുന്ന കാലമായിരുന്നു അത്. ജനങ്ങളെ കയ്യിലെടുക്കാൻ എന്നും ബഹുമിടുക്കനായിരുന്നു നിതീഷ് കുമാർ. പതിറ്റാണ്ടുകളോളം പയറ്റിയ രാഷ്ട്രീയ പരിചയത്തിൽ അവസാന നിമിഷങ്ങളിൽ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് പല അത്ഭുതങ്ങൾ വരികയും മഹാസഖ്യം അത് ഉറപ്പിച്ചിരുന്നു. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, സ്ത്രീ വോട്ടർമാരുടെ സ്വീകാര്യത, ജാതി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിലെ കൗശലം എന്നിവയൊക്കെ കൈമുതലാക്കിയാണ് നിതീഷ് ബീഹാറിന്റെ മണ്ണിൽ ഇങ്ങനെ തഴച്ചു വളരുന്നത്. എന്തായാലും ഇത് വലിയൊരു വിജയമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ബീഹാറിലെ രാജാവ് കടുവ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനിടയ്ക്ക് ചില എന്താ പറയാ, രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് മുങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മരുമകളായ പ്രിയങ്കയുടെ മകളുമായി അമേരിക്കയിലേക്ക് പോയി, ഭാര്യയും മക്കളെയും ഒക്കെ കാണാൻ കൊളംബിയയിലേക്ക് പോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് പറ്റിയതല്ല രാഷ്ട്രീയം. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നേതൃപാഠവും ഇല്ലാത്ത, നയിക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവിനെ ജനങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ പതനം അത് നിങ്ങളിലൂടെ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്.